ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഓട്സും പാലും വെച്ചിട്ടുള്ള ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. അപ്പൊ എല്ലാവരുടെയും ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഓട്സ് അല്ലേ. അപ്പോൾ ഓട്സ് വാങ്ങുമ്പോൾ റോൾഡ് ഓട്സ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കൊളസ്ട്രോൾ, ഷുഗർ പ്രശ്നമൊക്കെ ഉള്ളവര്. നമുക്ക് ഏതെങ്കിലും നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. ഞാനിവിടെ രണ്ട് തരത്തിലുള്ള ഓട്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഇൻസ്റ്റന്റ് ഓട്സ് ആണ്, മറ്റൊന്ന് റോൾഡ് ഓട്സ്. ഇൻസ്റ്റന്റ് ഓട്സ് എല്ലാവർക്കും അറിയാം, എല്ലാവരും എപ്പോഴും വാങ്ങുന്നതാണ് ഇൻസ്റ്റന്റ് ഓട്സ്. ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. വളരെ തിന്നായിട്ടുള്ള ഒന്നാണ്. ഓട്സും പാലും വെച്ചിട്ടൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും റെഡി ആയിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റ് ഓട്സ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. രണ്ടാമത്തേത് റോൾഡ് ഓട്സ്. എനിക്ക് തോന്നുന്നത് ഓട്സ് എന്ന് പറയുന്നത് മേടിക്കുന്ന എല്ലാവരും ഈ ഒരു ഇൻസ്റ്റന്റ് ഓട്സ് ആണ്. പക്ഷേ ഈ കൊളസ്ട്രോൾ, ഷുഗർ പ്രശ്നമുള്ളവരൊക്കെ മാർക്കറ്റിൽ നിന്നും ഓട്സ് വാങ്ങുമ്പോൾ ഈ റോൾഡ് ഓട്സ് തന്നെ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, കൊളസ്ട്രോളിൻ്റെ അളവ് കുറവാണ്, ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഓട്സിന്. ഞാനിവിടെ ഒരു 1/2 കപ്പോളം റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു സോസ് പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 1/2 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ ഫുൾ ഫാറ്റ് മിൽക്കിൽ തന്നെ റെഡിയാക്കി എടുക്കരുത്. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കൊളസ്ട്രോളൊന്നും പ്രശ്നമില്ലാത്തവരാണെങ്കിൽ പാലിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. പക്ഷേ നമ്മുടെ കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കുന്നതാണെങ്കിൽ ഈ പാലും ഈ വെള്ളവും ചേർത്തിട്ട് വേണം ഉണ്ടാക്കി കഴിക്കാനായിട്ട്. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുകയാണ്, പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് കൽക്കണ്ടമോ മറ്റെന്തെങ്കിലും ചേർക്കാം. നമുക്കിതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സാധാരണ ഇൻസ്റ്റന്റ് ഓട്സ് പോലെ പെട്ടെന്ന് ഇത് റെഡി ആയിട്ട് വരത്തില്ല. ഇൻസ്റ്റന്റ് ഓട്സ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് റെഡി ആയിട്ട് വരും. പക്ഷേ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ഒക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ റെഡി ആയിട്ട് വരത്തുള്ളൂ. തീ നന്നായി കുറച്ച് വയ്ക്കുക, നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും റോൾഡ് ഓട്സ് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റോൾഡ് ഓട്സ് നോക്കി വാങ്ങണം. ഇതിങ്ങനെ ബോക്സിലായിട്ട് കിട്ടും, അല്ലെങ്കിൽ കവറിലായിട്ടും കിട്ടും. ഞാൻ ഇതുപോലെ ഒരു ബോക്സ് ആയിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇതാണ് വാങ്ങുന്നത്. പിന്നീട് കൊളസ്ട്രോളിൻ്റെ റിസൾട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റന്റ് ഓട്സ് വെച്ചിട്ടും റോൾഡ് ഓട്സ് കഴിക്കുമ്പോഴും അതിൻ്റെതായ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇത് തിളച്ചിട്ട് ഇത് വേവായിട്ട് വരുന്നുണ്ട്. നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഞെക്കി നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുള്ളതെന്നറിയാം. ഈ പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓട്സ് മിൽക്ക് പോർജി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ റോൾഡ് ഓട്സ് വാങ്ങാത്തവരൊക്കെ വാങ്ങണം കേട്ടോ. നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം ചോറോടുകൂടി തന്നെ. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഡേറ്റ്സ് അല്ലെങ്കിൽ മുന്തിരി, ആൽമണ്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ സ്ട്രോബെറി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ഉപയോഗിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഓട്സും പാലും ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് നേന്ത്രപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കാമേ. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം. അപ്പം ഞാൻ ഹസ്ബൻഡിന് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. നല്ല ടേസ്റ്റിയുമാണ്, അതേസമയം നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇനി ഓട്സ് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ, എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റന്റ് ഓട്സ് നിങ്ങൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ റോൾഡ് ഓട്സ് വാങ്ങാത്തവർ തീർച്ചയായിട്ടും അത് വാങ്ങുക. അത് വെച്ചിട്ട് ഇഡ്ഡലി, നമ്മൾ ദോശ ഒക്കെ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റിയാണ്. ഒന്ന് പൊടിച്ചെടുത്താൽ മതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.